सूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। വിതുരരുടെ മാത്രമായ ഒരു കഥ മഹാഭാരതത്തിൽ നിന്ന് നമുക്ക് രചിച്ച് എടുക്കാവുന്നു. അതിനൊരു അദ്ദേഹത്തിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ വളർച്ച, അദ്ദേഹത്തിന് കൊട്ടാരത്തിലുള്ള സ്ഥാനം, അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, അതിൻ്റെ വിതരണം, അദ്ദേഹത്തിന് കൊട്ടാരത്തിലെ എല്ലാ ആളുകളോടുമുള്ള കലവറയില്ലാത്ത സ്നേഹം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ധാർമ്മിക തൽപരത, ഇപ്പോഴത്തെ ഈ അന്ത്യം. എനിക്കിപ്പോഴും തോന്നാറുള്ളതേ, ഈ വിതുരരുടെയും യുധിഷ്ഠിരന്റെയും ഒക്കെ ഒരു കഥയ്ക്ക് ഉണ്ടാവുന്ന പ്രശ്നം, മഹാഭാരതം ഇത്ര പൊലിമയോടെ നിൽക്കാൻ കാരണം ദുര്യോധനും ദുശാസനും ശകുനിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അല്ലേ? ഈ സാത്വിക കഥാപാത്രങ്ങളെ കേന്ദ്രമാക്കി കഥ നിർമ്മിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, അതിന് ഒരു എന്താ പറയുക, ഒരു വായനക്കാരൻ്റെ ഇതിന് ഉദ്വേഗത്തെ ജനിപ്പിക്കാനുള്ള കഴിവൊന്നുമില്ല. അത് വളരെ ശാന്തമായി സൗമ്യമായി മുന്നോട്ട് പോയി സ്വാഭാവികമായ പരിണതിയാണ്. അതിൽ കയറ്റിറക്കങ്ങൾ വരുന്നത്, രസങ്ങൾ മുഴുവൻ വരണമെങ്കിൽ അതിൽ ഇതുപോലത്തെ കഥാപാത്രങ്ങൾ വേണ്ടേ? അപ്പോൾ വിതുരനെ പോലുള്ള കഥാപാത്രങ്ങൾ സ്വന്തമായി അതിന് നിലനിൽക്കാൻ സാധിക്കാത്തത് അത് ഒരു രസത്തെ മാത്രം കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന കഥാപാത്രങ്ങളായതുകൊണ്ടല്ലേ? അല്ല, വായനക്കാരെ ആദ്യത്തെ വായനയിൽ ആകർഷിക്കുന്നേ ഉള്ളൂ വരില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അക്കലീസ് ആദ്യത്തെ ഒരു വായനയിൽ ആകർഷിക്കും, പിന്നെ ചെയ്തത് മുഴുവനും അദ്ദേഹം വാക് ലംഘനങ്ങളാണ്. രാജാവിനോട് കൊടുത്ത വാക്കുകളെല്ലാം അദ്ദേഹം ലംഘിക്കുകയായിരുന്നു. അപ്പം അതിനോട് പിന്നെ നമുക്ക് വെറുപ്പ് വരും. പക്ഷെ ദുര്യോധന ഇല്ലെങ്കിൽ മഹാഭാരത കഥയില്ല. അയാൾ വിട്ടുകൊടുക്കാൻ തയ്യാറായി, എല്ലാം നിങ്ങൾ എടുത്തോ, പിന്നെ എന്ത് കഥ? അയാൾ വിട്ടുകൊടുക്കാത്തിടത്താണ് മഹാഭാരതം ഉള്ളത്. അല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറായാലും അതിനകത്തുനിന്ന് കഥ വരും. അത് നമുക്ക് ആ നിലയിൽ ആലോചിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഇതെല്ലാം വിട്ടുകൊടുത്തതല്ലേ. ഈ ജീവിതത്തിൽ ഇതെല്ലാം നേടിയതെല്ലാം തിരികെ കൊടുക്കാൻ ധൃതരാഷ്ട്രർ പറയുകയും അതെല്ലാം തിരികെ കൊടുക്കുകയും ചെയ്തു. ഒരു പുനർദ്യൂതം വന്നു. പിന്നെയും കറങ്ങി തിരിഞ്ഞ അനുഭവം ആ വഴിക്ക് തന്നെ പോകും. അത് ചില കഥാപാത്രങ്ങളുടെ ജന്മസ്വഭാവം വ്യാസൻ നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്രഷ്ടാവ് നിശ്ചയിക്കും. അതനുസരിച്ച് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തു കൂടി അത് പോകും. സംഭവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുമെന്നേ ഉള്ളൂ. സംഭവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുമെങ്കിലും സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകില്ല. ആ സ്വഭാവം പ്രകടിപ്പിക്കത്തക്ക വിധത്തിലുള്ള മറ്റ് സംഭവങ്ങളുണ്ടാകും. ശരി, പകുതി രാജ്യം തന്നേക്കാന്ന് പറയും, എന്നിട്ട് പിന്നെ പകുതി രാജ്യം ആക്രമിച്ച് കിടക്കും. അതാ ഞാൻ പറഞ്ഞേ, ദുര്യോധന സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ കഥയുടെ പുരോഗതിക്കും ദുര്യോധന സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ അല്ല, ജീവിതത്തിൻ്റെ ആഖ്യാനത്തിൽ ഇതെല്ലാം വരും. ആണ് ദുര്യോധന സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവുകയല്ല, ജീവിതത്തിൽ അതുണ്ട്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, അതിനെ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം വന്നിരിക്കും. അത് താൻ മരിച്ചാലും താൻ വേണമെന്ന് ആഗ്രഹിച്ച രാജ്യം വിട്ടുകൊടുക്കില്ല എന്നതാണ്. അങ്ങനത്തെ ആളുകളുണ്ട് ലോകത്തിൽ. ചിലരുടെ കാര്യത്തിൽ, ചെറിയ കാര്യത്തിലായിരിക്കും ഇത് വരുന്നത്, അതിർത്തിയുടെ തർക്കമായിരിക്കും. ഇതുപോലത്തെ രാജ്യങ്ങൾ ഒന്നും എല്ലാവർക്കും ഉണ്ടാകില്ലല്ലോ. മാത്രമല്ല, അങ്ങനെ ഇന്നിപ്പോൾ ആരും രാജ്യത്തിൻ്റെ സ്വന്തക്കാരില്ല, ഇപ്പോൾ ആരുമില്ല ജനാധിപത്യമായതുകൊണ്ട്. പക്ഷേ ഈ സംഗതി വരും. ജനാധിപത്യത്തിൻ്റെ ശക്തികളെ എൻ്റെ പറമ്പിൻ്റെ അതിർത്തി അപ്പുറത്തേക്ക് കയറ്റി എടുക്കാൻ എനിക്ക് ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ് പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ എനിക്ക് പരിചയമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ വസ്തുതകളൊക്കെ ഇങ്ങനെ അവർക്ക് കാര്യം മനസ്സിലായെന്നാലും വെറുതെ അയാൾ പിന്നെ പോയി അയാൾ മന്ത്രിമാരോടൊക്കെ പറഞ്ഞ് വെറുതെ ശല്യം, നമ്മുടെ ഇടപെടേണ്ട, അങ്ങനെ കിടക്കട്ടെ അവിടെ കേസെന്ന് പറയും. എത്രയോ കേസുകൾ ചുമ്മാ കിടക്കുന്നു, ആ പോലീസ് നടത്തും. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോടതി കൊണ്ടുപോയി കേസ് കൊടുക്കണം, കോടതി കൊണ്ടുപോയി കേസ് കൊടുത്തു. അത് പിന്നീട് ലോകം അവസാനിക്കുന്നവരെ ആ കേസ് പറയാം. പറഞ്ഞത് അങ്ങനെ അവിടെ നിന്ന് ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ കേസ് കേട്ടിരുന്ന പല ആളുകളും മരിച്ചു. ജഡ്ജിമാർ പ്രായം ഉണ്ടാവുമല്ലോ, അവരെല്ലാവരും മരിച്ച് ജഡ്ജിമാർ തന്നെ തീർന്നു. കേസപ്പുറം കിടക്കും, സ്ഥലം എൻ്റെ കയ്യിലിരിക്കും. എനിക്ക് എന്ത് വേണം, മരിക്കുന്നവരെ എൻ്റെ കയ്യിൽ ഇരുന്നാൽ മതി, അത് കഴിഞ്ഞിട്ട് സ്ഥലം ആരുടെ ഇരുന്നാൽ എനിക്കെന്താണ്? അപ്പോൾ ഇത്തരം ആളുകളുണ്ട്. ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് ശഠിക്കുന്ന
എനിക്ക് വേണമെന്ന് തോന്നിയ ഒരു വസ്തു ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് ശഠിക്കുന്ന, എൻ്റെ ജീവൻ പോയാലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് ശഠിക്കുന്ന, എൻ്റെ ജീവൻ പോയാലും ഞാൻ ധർമ്മം അനുഷ്ഠിക്കുകയില്ല എന്ന് ശഠിക്കുന്ന വിവിധ ബാഹ്യ ആകാരങ്ങളോടുകൂടിയ വിചിത്ര സ്വഭാവികളായ വ്യക്തികളുണ്ട്. അവരെയാണ് ചരിത്രത്തിൽ എടുത്തുകൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ചരിത്രത്തിൽ യുദ്ധമുണ്ടാകില്ല. ചരിത്രത്തിൽ യുദ്ധമുണ്ടാകാനുള്ള കാരണം ഈ മനസ്സിൻ്റെ കാമ്യവസ്തുക്കളുടെ നേരെ മനസ്സ് പ്രകടിപ്പിക്കുന്ന തിരിച്ചു പോരുകയില്ലാത്ത തരത്തിൽ, മടക്കമില്ലാത്ത തരത്തിലുള്ള ആസക്തിയാണ്. അപ്പോൾ ഒന്നുകിൽ അവൻ മരിക്കും. നല്ല രാവണനോട് മണ്ഡോദരി പറയും, ഇനിയെങ്കിലും സീതയെ വിട്ടുകൊടുക്കുക, അദ്ദേഹം അതിന് സന്നദ്ധനാകും. ഞാൻ മരിച്ചാലും വിട്ടുകൊടുക്കില്ല. അപ്പോഴോ നമ്മൾ കഴിഞ്ഞപ്പോൾ എന്തിനാ ഇങ്ങനെ ഇയാൾ ഈ കടിച്ചു തൂങ്ങി കിടക്കണമെന്നല്ലേ നമ്മൾ വിചാരിക്കുള്ളൂ. അപ്പോൾ ഇത് മണ്ഡോദരി ഇത് പറയുമ്പോൾ ഇത് ചിലപ്പോൾ സ്വീകരിക്കുമായിരിക്കും. എല്ലാവരും മരിച്ചു കഴിഞ്ഞു, യുദ്ധം ചെയ്തവരാരും രാമൻ്റെ കാര്യത്തിൽ രാമനോട് ജയിച്ചില്ല, എല്ലാവരും തോറ്റും മരിച്ചും അവസാനിച്ച് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ഇദ്ദേഹം സ്വീകരിക്കാം. പിന്നെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉപായം എന്നുള്ള നിലയിലും ഭാര്യ വളരെ സ്വഭാവിനിയും അതുപോലെ തന്നെ അനേകം ഗുണങ്ങൾ ഉള്ള ആളുമായ സ്വന്തം ഭാര്യ പറയുകയാണ് ഇത് അദ്ദേഹം സ്വീകരിച്ചേക്കെന്ന് പറയുമ്പോൾ അവർ കൊടുക്കുന്ന മറുപടി നാം പ്രതീക്ഷിക്കുന്നതല്ല. ഞാൻ മരിച്ചാലും സീതയെ വിട്ടു കൊടുക്കില്ല. ആരെങ്കിലും അങ്ങനെ പറയുമോ? വിശ്വസിക്കാൻ തോന്നുന്നു ഞാൻ പറഞ്ഞാൽ. വിശ്വസിക്കണം. കാരണം ആ സ്വഭാവത്തിൻ്റെ ഈ ദുഷ്ടത നിറഞ്ഞ ഔന്നത്യമാണ് രാവണനെ രാവണനാക്കി നിർത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ രാവണൻ എന്നൊരു മനുഷ്യനുണ്ടാകില്ല. അപ്പം രാവണൻ എന്ന ഒരു മനുഷ്യൻ എവിടെയോ ഉണ്ട്. വാൽമീകിയുടെ ദൃഷ്ടിയിൽ, വാൽമീകിയുടെ അനുഭവത്തിൽ, വാൽമീകിയുടെ ഭാവനയിൽ. അതല്ലെങ്കിലും കഥ മനോഹരമാക്കാം ഈ രാവണനില്ലെങ്കിലും. അടി എന്ത് ചെയ്താൽ മതി? ഭരതൻ അമ്മ പറഞ്ഞനുസരിച്ച് രാജ്യം ഭരതൻ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അയോധ്യ കിടന്ന് അടി നടക്കും. അല്ലാണ്ട് കഥയ്ക്ക് വൈചിത്ര്യവും കഥയ്ക്ക് രസവും ഉണ്ടാക്കുന്നതിന് ഈ രാവണൻ എന്ന ഒരാളെ ലങ്കയിൽ നിന്ന് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല വാൽമീകിക്ക്. പക്ഷെ അവിടെ ഒരു ഇതിഹാസകാരന്റെ കഥാപാത്ര സൃഷ്ടിക്ക് ഒരു ലാഘവം വരുന്നുണ്ട്. മാഷ് പറഞ്ഞ സാധാരണ എഴുത്തുകാരന്റെ സങ്കല്പങ്ങളിലൂടെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. എവിടെ ലാഘവം വരുന്നു? ലക്ഷ്മി പറഞ്ഞതുപോലെ പ്രതിനായകന്മാർക്ക് അവരുടേതായ ഒരു സ്ഥാനമില്ലേ? അവരില്ലാതെ കഥ നടക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവനാത്മകമായ സ്ഥാനമല്ലല്ലോ. അവരുടെ സ്വഭാവം കൊണ്ട് അവർ പ്രതിനായകന്മാരായി മാറുന്നു. അവർ ചരിത്രത്തിലെ ചരിത്ര പുരുഷന്മാരാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ പുരുഷന്മാര് ലോകത്തിൽ ഉള്ളതിനെ അനുസ്മരിച്ചുകൊണ്ട് രചിക്കുന്നതാണിത്. പക്ഷെ അങ്ങനെ ഇല്ലാതെ എന്ന് പറയുമ്പം അവിടെ ഇതിഹാസകാരന്റെ പ്രതിനായകന്മാരല്ലാത്ത ധർമ്മബോധമുള്ള രണ്ടാളുകൾ തമ്മിൽ സംഘർഷം ഉണ്ടായിക്കൂടെ? ഉണ്ടാവാം. പക്ഷെ അതിന്റെ ഒരു തലം ഈ ഒരു കഥയെ ആസ്പദമാക്കിയ മഹാഭാരതത്തെയോ രാമായണത്തെ ആസ്പദമാക്കി ചിന്തിക്കുമ്പോൾ രാവണൻ ഇല്ലെങ്കിൽ രാമായണം വൈചിത്ര ഭണിതി ഭംഗി എന്ന് പറയുന്ന വൈചിത്രം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ രണ്ട് വിരുദ്ധ ധ്രുവങ്ങൾ തമ്മിൽ തന്നെ ഏറ്റുമുട്ടണം. തുല്യശക്തി. അത് ധാർമ്മികന്മാരായ ആളുകൾക്ക് തമ്മിൽ തന്നെ വിരുദ്ധ ധ്രുവങ്ങളായിട്ട് നിൽക്കാം. ഇപ്പോൾ ഭരതന് രാജ്യത്തിന് അവകാശമുണ്ട് എന്നത് അധാർമികമാണെന്ന് പറയാൻ നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വാക്ക് കൊടുത്തതാണ്. ആര്? അതൊക്കെ ഒരു ചിന്തയുടെ തലത്തിൽ പ്രസക്തമാണ്. അതിപ്പോ വാൽമീകി അങ്ങനെ എഴുതാഞ്ഞത് കൊണ്ടല്ലേ? അതല്ല, ധർമ്മവും തമ്മിലുള്ള സംഘട്ടനം ചിന്തയുടെ തലത്തിൽ പ്രസക്തം. അത് വാൽമീകി എഴുതി വരുമ്പോ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഈ രാവണനെയും തകർത്തുകൊണ്ട് ഈ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, രണ്ടുപേരുടെയും ധർമ്മത്തിന്റെയും ഉള്ളിലിരിക്കുന്നത് ഒന്ന് തന്നെയാണ്. പക്ഷെ വിരുദ്ധ ധ്രുവമാവുമ്പോഴാണ് അതുകൊണ്ട് കാര്യമില്ല. ആശയപരമായി ധർമ്മത്തിന്റെയും ഉള്ളിൽ ഇരിക്കുന്ന ഒന്ന് തന്നെയാണെങ്കിൽ എല്ലാത്തിന്റെയും ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണെന്ന് പറയേണ്ടി വരും. ആത്യന്തികമായ സത്യത്തിന് മുന്നിൽ ഇവർ രണ്ടുപേരും ഒരുപോലെ അംഗീകരിക്കും, മുട്ടുമടക്കുന്നവരാണ്. പക്ഷെ അധർമ്മിക്കതല്ല. ദുര്യോധനനും ധർമ്മപുത്രരും തമ്മിലുള്ള യുദ്ധം പോലെ അല്ല ഒരുപക്ഷെ ദുര്യോധനനും ധർമ്മപുത്രനും വികർണനും തമ്മിലുള്ള യുദ്ധം ഉണ്ടാവുന്നത്. കാരണം അവർ തമ്മിൽ എവിടെയൊക്കെയോ ആശയപരമായി യോജിക്കുന്നുണ്ട്. പക്ഷെ ദുര്യോധനനില്ലെങ്കിൽ, രാവണൻ എന്നുള്ള കഥാപാത്രം ഇല്ലെങ്കിൽ എത്രയൊക്കെ കഥാകൃത്ത് ഇടപെട്ടാലും അനുവാചകനിലേക്ക് ആശയത്തില്ല. രാവണൻ പറയും, ഞാൻ അധർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, രാക്ഷസധർമ്മം ബ്രഹ്മാവ് നിശ്ചയിച്ചിട്ടുണ്ട്,
ബ്രഹ്മാവ് നിശ്ചയിച്ച രാക്ഷസ ധർമ്മം അനുസരിച്ച് തന്നെയാണ് പക്ഷേ നമ്മളും പറഞ്ഞത്, രണ്ടുപേരുടെയും വ്യത്യസ്ത ധർമ്മങ്ങളാകുമ്പോഴാണ്, അയാളും അയാളുടെ ധർമാചരണം തന്നെയാണ്, രണ്ടുപേരുടെ വ്യത്യസ്ത ധർമ്മങ്ങൾ തമ്മിൽ ഇടയുമ്പോഴുണ്ടാവുന്ന സംഘർഷവും കഥയുടെ പൂർണ്ണതയും. സമാന ധർമ്മങ്ങൾ തമ്മിൽ ഇടയാമെന്നേ, വ്യത്യസ്ത ധർമ്മങ്ങൾ തമ്മിൽ മാത്രമല്ല ഇടയുന്നത്, സമാന ധർമ്മങ്ങൾ തമ്മിലും ഇടയാം. അങ്ങനെ ഇടഞ്ഞാലും സംഘർഷമുണ്ടാകും. അങ്ങനെ ഇടയുന്നത് വർണ്ണിച്ചാലും എല്ലാ ഈ നവരസങ്ങളും അതിൽ വിഷയമായിട്ട് ആവിഷ്കരിക്കപ്പെടും. ഇദ്ദേഹം ആകർഷിക്കാനുള്ള കാരണം, അനുവാചകന്മാരെ വായനക്കാരെ ആകർഷിക്കാനുള്ള കാരണം എന്താണ്? രാവണൻ്റെ ബാഹ്യമായൊരു പ്രൗഢിയുണ്ട്. ഇപ്പം രാമനെ വർണ്ണിക്കുന്നത് കേട്ട് പിള്ളേർക്കൊന്ന് പറഞ്ഞു കൊടുത്തു, പിള്ളേരിരിക്കില്ല. ആ എന്ന് പറയും. രാവണൻ്റെത് പറയുമ്പോഴങ്ങനെ 10 തലയോ, ആ മുമ്പെന്നാണോ പറയുക, വെറുതെ പറയുക, മുത്തശ്ശി 10 തലയൊന്നും ഉണ്ടാവില്ല. നമുക്കൊക്കെ ഒരു തല. മുത്തശ്ശന് എത്ര തല ഉണ്ടായിരുന്നു? മുത്തശ്ശനാകുമ്പോൾ അതാണ്, അതിൽ പരിചയമുള്ള തല അതാണല്ലോ. അപ്പോൾ മുത്തശ്ശി ഒന്ന് ഇരിക്കും. അങ്ങർക്ക് 100 തല ഉണ്ടായിരുന്നു. അത്ര ഇല്ല, 100 തരം സ്വഭാവമാണ് അവരുടെ അടുത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവന് പിന്നെ ഈ രാവണനെ കുറിക്കുന്ന എല്ലാ വിവരങ്ങളും കേൾക്കണം. അപ്പോൾ അവൻ ശരീരത്തിൽ നിറച്ച് കാതുകളും മുളപ്പിച്ച് ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. രാമൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെയല്ല, രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനും കൂടി കാട്ടിക്കൂടി നടന്ന അവിടെ ആകെ അവർക്ക് രസിക്കുന്നൊരു കാര്യം, താടകയ്ക്കിട്ട് അമ്പ ചെയ്തതാണ് അടുത്ത് രസിക്കുന്ന കാര്യം. പിന്നീട് അവിടെ പോയി രാത്രി കഥയും പറഞ്ഞിരുന്നിട്ട് കിടന്നുറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോൾ എഴുന്നേറ്റില്ല. അപ്പോഴാണ് കൗസല്യ സുപ്രജാരാമ പൂർവ്വസന്ധ്യ ഉത്തിഷ്ഠ നശാർദൂല പൂർവ്വസന്ധ്യ പ്രവർത്തതേ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ വിശ്വാമിത്രൻ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. പിള്ളേർക്ക് അതിൽ താല്പര്യമൊന്നുമില്ല. അപ്പോൾ മഹത്വത്തിൻ്റെ ബാഹ്യപ്രൗഢികളില്ലാത്ത ഒരു രൂപമുണ്ട്. അപ്പോൾ മഹത്വത്തിൻ്റെ ബാഹ്യപ്രൗഢികളില്ലാത്ത ധാർമ്മികമായ രൂപത്തെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അതാണ് ലോകത്തെ നയിക്കുന്ന ശക്തി. മറ്റത് ലോകത്തെ നശിപ്പിക്കുന്ന ശക്തിയാണ്. അപ്പോൾ ലോകത്തെ നശിപ്പിക്കുന്ന ശക്തിക്കും ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം കൊടുക്കുന്നത് ലോകത്തെ ക്രിയാത്മകമായി നയിക്കേണ്ടതാണ് എന്ന ബോധ്യം എല്ലാ വ്യക്തികൾക്കും, ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ രാവണൻ നമ്മെ ആകർഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും സൈദ്ധാന്തികമായ നിലപാട് കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ മൂല്യബോധം കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ക്രിയാത്മകത കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ഭാവാത്മകത കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ സദ്ഭരണം കൊണ്ടല്ല. എല്ലാ പ്രതിഭാഗ ശോഭയുമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് അദ്ദേഹം നമ്മെ ആകർഷിക്കുന്നത്. ഈ കഥ തീർന്നു കഴിയുമ്പോൾ നാം നല്ല വായനക്കാരായി പരിണമിക്കുകകൂടി ചെയ്താൽ ആരെക്കുറിച്ച് ഓർക്കുള്ളൂ? രാവനെക്കുറിച്ച് ഓർക്കുള്ളൂ. രാവണനപ്പോൾ പുറകിലേക്ക് മാറും, നമ്മുടെ ഓർമ്മയുടെ പുറകിലേക്ക്, നമ്മുടെ ഭാവനയുടെ പുറകിൽ ശോഭ കുറഞ്ഞ ഒരാളായിട്ട് ഈ കുമ്പിട്ട 10 തലയുമായിട്ട് അദ്ദേഹം നിൽക്കുന്നതാണ്. പരാജയപ്പെട്ടയാൾ. അത് പിന്നെ ലോകത്തിൻ്റെ ഉദ്ഗതിക്ക് സംഭവിച്ച, ദുർഗതിക്ക് സംഭവിച്ച പരാജയമാണ്. അപ്പോൾ ദുർഗതിയുടെ പരാജയമായിട്ട്, ദുശ്രമങ്ങളുടെ പരാജയമായിട്ട്, ജീവിത ആർത്തിയുടെ, അതിരില്ലാത്ത ജീവിതാർത്തിയുടെ പരാജയമായിട്ട് തളർന്നു നിൽക്കുന്ന രാവണനെ ആണ് നല്ലൊരു വായനക്കാരൻ പല പ്രാവശ്യം രാമായണം വായിച്ച് അതിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരാളുടെ സ്മരണ മണ്ഡലത്തിൻ്റെ പിന്നിലായിരിക്കും ആർക്ക് സ്ഥാനം? രാവണന് സ്ഥാനം. ഈ അരങ്ങ് തകർത്തതൊക്കെ വെറുതെ ആവും. ആർക്കാണ് പിന്നെ മുന്നിൽ സ്ഥാനം വരുന്നത്? മുന്നിൽ സ്ഥാനം വരുന്നത് രാമനാണ്. എന്താണ്? അദ്ദേഹത്തിൻ്റേതായ ലോകത്തിൽ മറ്റാർക്കും അനുകരിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള അത്യുന്നതമായ ചില മൂല്യബോധങ്ങളുടെ ഉത്തുംഗതയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം മനുഷ്യരോടെല്ലാം സംസാരിക്കുന്നത്. ധർമ്മത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച്, വാത്സല്യത്തെക്കുറിച്ച്, കാരുണ്യത്തെക്കുറിച്ച്, പ്രേമത്തെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്നു.
അങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. വിദ്ധിമാം ഋഷിഭിസ്തുല്യം. ഞാൻ വെറുതെ രാജാവിൻ്റെ കസേരയിൽ ഇരിക്കുന്ന, സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ എന്നെ കരുതരുത്. കേവലം ധർമ്മമാസ്ഥിതം. ഇത് രാവണന് പറയാനൊക്കില്ല. അതും കൂടി കേട്ട് കഴിയുമ്പോൾ ഈ രാവണനൊരു പുഴുവിനെ പോലെ താഴത്തേക്ക് പോകും. 10 തലയുള്ളൊരു പുഴു, ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവനായിട്ട്, ഒരു കഴിവുമില്ലാത്ത ഇഴഞ്ഞു നടക്കുന്ന ഒരു പുഴുവിൻ്റെ ജീവിതമാണ് അപ്പോൾ അവരുടെ ജീവിതം, രാവണൻ്റെ ജീവിതം. അദ്ദേഹത്തിന് വേണ്ടി വന്ന വിജയങ്ങളെല്ലാം പരാജയങ്ങളുടെ പടുകുഴിയായി നമുക്ക് തോന്നും. അഹമർത്ഥപരോ ദേവി. ഈ ലോകത്തിൽ പലതരത്തിലുള്ള കാമ്യവസ്തുക്കളുണ്ട്. ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യമില്ല. ലോകാന്നാവസ്തുമുത്സഹേ. ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലോകങ്ങളിലൊക്കെ ജീവിച്ച് ആ ലോകങ്ങളുടെ സുഖമനുഭവിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ഋഷിയാണ്. എങ്ങനെയുള്ള ഋഷി? ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന, ജീവൻ പോയാലും പ്രപഞ്ചം തന്നെ നശിച്ചു പോയാലും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അതിൽ ഉറച്ചു നിൽക്കുന്നവനാണ് എന്ന് പറയുന്നവൻ്റെ മറ്റാർക്കും പ്രവേശിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള അപ്രാപ്യമായ, അനഭിഗമ്യമായ, അതിതുംഗമായ മനുഷ്യത്വത്തിൻ്റെ ഒരു ഔന്നത്യമുണ്ട്. ആ ഔന്നത്യത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ചവിട്ടുപടിയാണ് രാവണൻ. അല്ലാതെ ഈ രാവണനില്ലെങ്കിൽ രാമൻ ശോഭിക്കാതിരിക്കുന്നില്ല. ഇപ്പോൾ വസിഷ്ഠൻ്റെ കഥയിൽ എന്തുണ്ട്? വസിഷ്ഠന് വല്ല ശോഭക്കുറവുണ്ടോ? വസിഷ്ഠൻ്റെ കഥയിൽ വില്ലനേ ഇല്ല. അപ്പോൾ എവിടെ പോയി? അപ്പോഴാണ് അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച്, പ്രത്യക്ഷവും പരോക്ഷമായ പ്രവർത്തനത്തെ സംബന്ധിച്ച് ആദ്യമായി ചിന്തിച്ച് ധ്യാനിച്ച് മനനം ചെയ്ത് ആ ചിന്താധ്യാന മനന നിധിധ്യാസ നിരതത്വത്തിൽ നിന്നാണ് അദ്ദേഹം വാസിഷ്ഠ സിദ്ധാന്തം കണ്ടുപിടിച്ചെടുക്കുന്നത്. അപ്പോൾ അവിടെ രാവണന് സ്ഥാനം, കുംഭകരൺജിക്ക് എന്ത് സ്ഥാനം? അപ്പോൾ മനുഷ്യൻ മൃഗങ്ങളുടെ രൂപത്തിലും ഉണ്ടാകുമെന്ന് കാണിക്കുകയാണ് ഇവിടെ. അല്ല, മനുഷ്യൻ്റെ രൂപത്തിൽ മാത്രമല്ല, മനുഷ്യൻ്റെ എല്ലാ സിദ്ധികളും, വർത്തമാനം പറയും, കരയും, വിവാഹം കഴിക്കും, സന്തതികളുണ്ടാകും, ഇതൊക്കെ ചെയ്യും. ഇതെല്ലാം രാവണനുണ്ട്. അതുപോലെയല്ല ഇവിടെ. വിവാഹം കഴിച്ചു, അത്രേ ഉള്ളൂ. അവരെ ഉപേക്ഷിക്കുകയും ചെയ്തു. അവരെ ഉപേക്ഷിക്കാൻ പാടില്ലെന്നുള്ളത് വേറെ കാര്യമാണ്. അവരെ ഉപേക്ഷിച്ചതിൻ്റെ നമുക്ക് ഒരു കാരണമുണ്ട്. ആ കാരണത്തിൻ്റെ ഒരു വശം നമുക്ക് മനസ്സിലാകാത്തതാണ്. എന്താണ് അത്? മനസ്സിലാക്കരുതാത്ത വിധത്തിൽ അതീവ സ്വാർത്ഥന്മാരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഒരു മഹാത്മാവിൻ്റെ ജീവിത പര്യടനത്തിൻ്റെ രഹസ്യമായ ലക്ഷ്യങ്ങളുണ്ടാകും. അത് നമുക്ക് മനസ്സിലാകില്ല, പറഞ്ഞാലും മനസ്സിലാകില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കി വെച്ചെടുത്ത് തന്നെ നിൽക്കും. കേട്ടൊക്കെ ഇരിക്കും, ഇയാളെന്തൊക്കെ വായിച്ചിട്ടുണ്ട് കേട്ടോ, വെളിവില്ലെങ്കിലും എന്നൊരു തീരുമാനത്തിലാണ് നമ്മൾ അവസാനം എത്തുന്നത്. ആ രണ്ടാമത് പറഞ്ഞതിലാണ് സ്ട്രെസ്സ്, വെളിവില്ലെങ്കിലും എന്ന് പറഞ്ഞതിലാണ്. തൻ്റെ സുഖമല്ലാത്ത ഒരു ലോകസുഖമുണ്ട് എന്ന് വിചാരിക്കുകയും ആ ലോകസുഖത്തിന് വേണ്ടി തൻ്റെ സുഖങ്ങൾ ബലികഴിക്കേണ്ടി വന്നാൽ ബലികഴിക്കേണ്ടതാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന അസാധാരണത്വമുള്ള, ആരുടെ കൂട്ടത്തിലും ധാരാളം കാണുകയില്ലാത്ത, അഥവാ കണ്ടാൽ തന്നെ 1 or 2 മാത്രം കാണുന്ന തരത്തിലുള്ള ഒരാൾ ഒരു രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അത്രയും തലപ്പൊക്കം അവിടെ വേറെ ആർക്കും ഉണ്ടാകില്ല. ഇവരുടെ ശരീരത്തിൻ്റെ ഭംഗിയും ഈ 20 കൈകളും ഒക്കെ എന്തിനു കൊള്ളാം? മറ്റേ എന്താണ് നെഹ്റു ട്രോഫി വള്ളം കളിക്ക് പോകുന്ന ചുണ്ടൻ ഒന്ന് കഴിഞ്ഞിടാവൂ എന്ന്. ഇപ്പം രാവണൻ അവിടെ നിൽക്കുകയാണ്, നിൽക്കേണ്ടത് കാണാൻ ചെന്നതാണ്. ഒന്ന് തൊഴാണ്ട്, ഒരുപാട് കൈയുണ്ടല്ലോ, ഞങ്ങൾക്ക് 2 കൈയേ ഉള്ളൂ, അങ്ങനെ തൊഴയാൻ കൊള്ളാം എന്നുള്ള നിലയിലേക്ക് രാവണന് മഹത്വപരമായ രൂപാന്തരം ഉണ്ടാകും.
അപ്പോൾ ഇവൻ ലോകത്തെ നയിച്ചുകൊണ്ട്, ഇവൻ്റെ ആദർശങ്ങൾ ലോകത്തെ നയിച്ചുകൊണ്ട് ലോകത്തിന് വിളക്കായി മഹാദീപസ്തംഭമായി കെട്ടുപോകാത്ത നിത്യ വെളിച്ചമായി ഇവൻ അങ്ങനെ നിൽക്കും. ആര്? ഈ രാമൻ എന്ന് പറയുന്നത്. ഒരുപാട് വിമർശനങ്ങളുണ്ടാകുമെന്ന് മാത്രമേ. അതെന്താണ് ആ വിമർശനം വരുന്നത്? അറിയാൻ പാടില്ല ആളിനെ പൂർണ്ണമായിട്ട്. അതുകൊണ്ടാണ്. ഇവരുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയുമോ? അതും പറയില്ല. പോടെ എന്ന നിലയിൽ അങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കാൻ കഴിവുള്ളവന്മാർ വേറെ ഇല്ല. രാജ്യം ആവശ്യമുള്ള രാജാക്കന്മാർ എങ്ങനെ ഇരിക്കും? ധൈര്യമുണ്ടെങ്കിൽ രാവണനെ പോലെ ഇരിക്കുമെന്ന് കാണിക്കാനാണ് രാവണൻ വന്ന് നിൽക്കുന്നത് അവിടെ. അതുകൊണ്ട് രാവണൻ ഉണ്ടായിരുന്നത് കൊണ്ടല്ല ഈ മഹാകാവ്യത്തിൽ രാമൻ്റെ ജീവിതം ഗംഭീരമായ ഒരു ജീവിതമായി മാറിയത്. ഇപ്പോൾ ഉദാഹരണത്തിന് ദശരഥൻ വലിയ രാജാവായിരുന്നു, രഘു വലിയ രാജാവായിരുന്നു. അവർക്കൊന്നും ഇങ്ങനത്തെ പ്രതിനായകന്മാരില്ലല്ലോ. അവരൊന്നും രാമനോളം ഉയർന്നില്ലല്ലോ. ആര്? രഘുവോ? പിൽക്കാലത്തേക്ക് രാമൻ അവതാര പുരുഷനായതുകൊണ്ടുള്ള പ്രത്യേകത അല്ലേ ഇത്? രഘു രാമന് തുല്യനായ വ്യക്തി തന്നെയാണ്. വെറും മനുഷ്യനായിരുന്നുകൊണ്ടാണ് രാമന് തുല്യനായ. ഞാൻ സാഹിത്യത്തിലെ കാര്യം മാത്രം സൂചിപ്പിക്കുന്നു. സാഹിത്യത്തിലെ കാര്യം മാത്രം എടുക്കുന്നു. സാഹിത്യത്തിൽ സാഹിത്യമല്ലേ? അല്ല, സാഹിത്യത്തില് ഒരു രാമായണത്തോളം അല്ലെങ്കിൽ രാമനോളം മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളോളം സാധാരണ സാഹിത്യം, സാധാരണ നോവൽ സാഹിത്യം. ഇല്ല, ഞാൻ നോവൽ സാഹിത്യം എന്നല്ല പറഞ്ഞത്, പൊതുവേ പറഞ്ഞതാണ്. രഘു രാമനോളം ഒരു വ്യക്തിത്വത്തിന്റെ തലത്തിലേക്ക് രഘു ഒന്നും ഉയർന്നില്ല. അതിന് കാരണം രാവണനില്ലാത്തതാണെന്ന് ഞാൻ പറയുന്നു. അല്ലെങ്കിൽ അല്ല, ഈ രാമൻ അവതാര പുരുഷൻ കൂടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ. ദുര്യോധനില്ലാത്തത് കൊണ്ടാണ് അതിനു മുമ്പ് ജീവിച്ചു മരിച്ച നഹുഷാദികളും യയാദികളും ഒക്കെ ചരിത്രത്തിന്റെ എവിടെയോ മഹാഭാരതത്തിന്റെ കഥയുടെ പശ്ചാത്തലത്തിൽ വന്നു പോവുകയും അല്ല, അവരുടെ ജീവിതത്തിൽ അങ്ങനത്തെ പ്രതിനായകന്മാരുണ്ടായിരുന്നു എന്ന് നോക്കാറുണ്ട്. കാരണം അവരെ സംബന്ധിക്കുന്ന മഹാഭാരതത്തിനാവശ്യമുള്ള കഥ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാലിശമായിരിക്കാം, എന്നാലും എൻ്റെ ശക്തമായ വാദം യയാദിയും നഹുഷനും ഒക്കെ മഹാഭാരതത്തിന്റെ പിന്നിലേക്ക് പോവുകയും മുഖ്യധാരയിലേക്ക് ദുര്യോധനനും യുധിഷ്ഠിരനും വരികയും ചെയ്തത് ദുര്യോധനനോളം ശക്തനായ ഒരു പ്രതിനായകൻ ഇവർക്കൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണ്. അത് ശ്രീകൃഷ്ണനുള്ളത് കൊണ്ടാണ്. അതായിക്കോട്ടെ. കാരണം മഹാഭാരതത്തിന്റെ വേറൊരു പേര് തന്നെ എന്താണ്? കൃഷ്ണവേദം. കൃഷ്ണവേദം. അപ്പോൾ അത് പിന്നീട് ആരെങ്കിലും എഴുതി ചേർത്താണെന്ന് ആരും പറഞ്ഞിട്ട്. അത് വ്യാസൻ തന്നെ എഴുതിയിട്ടുള്ളതാണ്. ഇത് ഞാൻ എഴുതുന്നത് കാരണം വേറെ വേദങ്ങളുണ്ട്, അതുകൊണ്ടാണ്. പഞ്ചമവേദമായിട്ട് കലകളുണ്ട്, സാഹിത്യമുണ്ട്. ഇത് കൃഷ്ണന്റെ വേദമാണ് ഞാൻ എഴുതുന്നത്. കൃഷ്ണന്റെ വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരി, അങ്ങനെ ഇരുന്നാൽ കൂടി കൃഷ്ണനെ വ്യാസൻ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് നഹുഷന്റെയോ യയാദിയുടെയോ കാലത്തേക്കല്ല, ദുര്യോധനനും യുധിഷ്ഠിരനും ജീവിച്ചിരിക്കുന്ന കാലത്തേക്ക് എന്തുകൊണ്ട് കൃഷ്ണനെ വ്യാസൻ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു? കാരണം ഈ കഥയാണ് മുന്നിൽ നിൽക്കുന്നത്. ബാക്കിയൊക്കെ പിന്നാമ്പുറത്തേക്ക് പോവാൻ കാരണം ഈ ശക്തനായ ധർമ്മത്തിന്റെ വക്താവ് നിലനിൽക്കുന്നിടത്തെ ധർമ്മത്തിന്റെ ശോഭ തെളിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നിലധികം കാവ്യങ്ങൾ അല്ലെങ്കിൽ ഇതിഹാസങ്ങൾ വ്യാസൻ എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം. വേറൊരെണ്ണം കൂടി അദ്ദേഹം എഴുതിയിരുന്നുവെങ്കിൽ. ഇല്ല, പക്ഷേ ഇപ്പൊ യയാദിയുടെ വളരെ സങ്കീർണമായ പ്രശ്നം, യദുവിന് രാജ്യം കൊടുക്കണോ, ആ പ്രശ്നത്തിൽ കൃഷ്ണൻ വന്നൂടെ? ഇല്ലെന്നേ, അത് പ്രമുഖ കഥയാക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാക്കുന്നില്ല? ദുര്യോധനില്ലാത്തതുകൊണ്ട്. ദുര്യോധനോളം ശക്തനായ അധർമ്മത്തിന്റെ വക്താവുള്ളിടത്തെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ദുര്യോധനോളം ശക്തനായ അധർമ്മത്തിന്റെ വക്താവുള്ളിടത്തെ കൃഷ്ണന്റെ ധർമ്മ വ്യക്തിത്വത്തിന് പ്രസക്തിയുള്ളൂ. അത് പിന്നെ അധർമ്മപൂർണമായ ലോകത്തിൽ എപ്പോഴും ഒരു ധാർമ്മികന്റെ വ്യക്തിത്വത്തിന് പ്രസക്തിയുണ്ട്. അതിനിപ്പോൾ ഇതുപോലെ വളരെ വ്യാപിച്ചു നിൽക്കുന്ന, ആകാശം പൊട്ടി നിൽക്കുന്ന ഒരു ദുഷ്ടകഥാപാത്രമൊന്നും വേണമെന്നില്ല അതിന്. മാഷ, ഈ ധർമ്മവും അധർമ്മവും ഒരു ചൈതന്യത്തിന്റെ ഭാഗമായിരിക്കെ മാഷ് ഇപ്പം പറഞ്ഞ അധർമ്മ രൂപമായ അല്ലെങ്കിൽ കൂടുതൽ അധർമ്മമാണ് നമ്മൾ കാണുന്ന, അത് മിഥ്യ ആയിക്കൊള്ളട്ടെ, കാണുന്ന ലോകം കൂടുതൽ അധർമ്മം നിറഞ്ഞതാണ്. ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒരു രാമന്റെയോ ഒരു കൃഷ്ണന്റെയോ കഥ പറഞ്ഞുകൊണ്ടിരിക്കെ ഇത്രമാത്രം രാവണന്മാരും അല്ലെങ്കിൽ ദുര്യോധനാദികളും ഒക്കെ വർദ്ധിക്കുന്നതിന്റെ ഒരു കാരണം എന്താ? അതല്ല, മനുഷ്യൻ സ്വയം ദുർബലനാണ്.
അപ്പോൾ അതുകൊണ്ട് ദുർബലന്മാരല്ലാത്തവർക്കേ അധർമ്മം ചെയ്ത് വിജയിക്കാനൊക്കെ ഉള്ളൂ. വിജയിക്കണമല്ലോ, അല്ലെങ്കിൽ ആദ്യത്തെ പ്രയോഗത്തിൽ തന്നെ അവരെ ഉന്മൂലനം ചെയ്യപ്പെട്ടു പോവുകയാണെങ്കിൽ ഇതിനൊന്നും അർത്ഥമില്ലാതെ വരും. അപ്പോൾ എന്ത് വേണം? ദുർബലന്മാരായ ആളുകളുടെ കയ്യിൽ ഭരണം കിട്ടുകയും അവർ രാജവംശത്തിൽ ജനിക്കുകയും അവർ എന്തും ചെയ്യാൻ പോകുന്നവരായി പരിണമിക്കുകയും വേണം. ഈ മുന്നിൽ നിൽക്കുന്ന ഒരാളെ കൃഷ്ണൻ എന്നുള്ള ധർമ്മമൂർത്തിയുള്ളൂ, പിന്നിൽ നിൽക്കുന്ന 10,000 അധർമ്മ പക്ഷത്തിൽ നിന്നുള്ളവരാണ്. അത് നമുക്ക് വെറുതെ തോന്നാം. ഇപ്പോൾ മഹാഭാരതത്തിലെ ജനങ്ങൾക്ക് കഥയിലൊരു പങ്കുണ്ട്. ഈ രാജാക്കന്മാരെ എന്ത് തെറ്റ് ചെയ്തു എന്ന് ബോധ്യമായാലും അവരുടനെ അവിടെ കൂട്ടം കൂടും. ഈ പിന്നെ ഹസ്തനപുരിയില്ല, അവിടെ നിന്നുകൊണ്ട് ഭീഷ്മനെ വിളിക്കും. അവിടെ നിന്നുകൊണ്ട് കണ്ണുകുരുടാ എന്ന് വിളിക്കും. ആരെ? ധൃതരാഷ്ട്രൻ. അദ്ദേഹത്തിന് ഒട്ടും സഹിക്കാനൊക്കാത്തൊരു വിളിയായിരിക്കുമല്ലോ അത് എന്ന് പറഞ്ഞാൽ ചാകാരിക്കും. അപ്പോൾ ആരെങ്കിലും വന്നാൽ അത് പരിഹരിക്കുമെന്ന് ഉറപ്പ് കൊടുത്താലേ അവർ പോകുള്ളൂ. അപ്പോൾ ഈ രാജാക്കന്മാരുടെ കൂട്ടത്തിലുള്ളതിനേക്കാളും ധർമ്മബോധമുള്ള ജനങ്ങളുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ധർമ്മബോധമുള്ള ആളുകളെ നമ്മൾ അറിയുന്നില്ല. കാരണം അവർക്ക് ചരിത്രത്തിൽ എന്തെങ്കിലും ഒരു ഭാഗഭാഗത്വം വഹിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അവരെ നാം അറിയില്ല. അപ്പോൾ ലോകത്തിലെ സാധാരണ ആളുകളിൽ ഭൂരിഭാഗം പേരും ധർമ്മബോധമുള്ളവരാണ്. അവർ കൈക്കൂലി വാങ്ങുന്നില്ല, കൈക്കൂലി കൊടുക്കാൻ പോകുന്നില്ല, ഒന്നും അവരുടെ കയ്യിലില്ല. അതും ഒരു കാരണമാകാം. അപ്പോൾ അവർ കൈക്കൂലി കൊടുക്കാൻ പോകുന്നില്ല, കൈക്കൂലി വാങ്ങുന്നില്ല, ആളുകളെ ഉപദ്രവിക്കുന്നില്ല, ചതിക്കാൻ പോകുന്നില്ല. പിന്നെ ആകെ പറയുന്ന ചില നിരുപദ്രവകരമായ നുണകൾ പറഞ്ഞുണ്ടാക്കുന്ന രസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ധർമ്മപക്ഷത്ത് നിൽക്കുന്ന അനേകം ആളുകളുണ്ട്. അവർ ധർമ്മപക്ഷത്താണ് നിൽക്കുന്നത് എന്നുള്ളത് അവർക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഭീകരന്മാരായ അധാർമികന്മാർ ലോകരംഗത്ത് കിടന്ന് ലോകത്തെ ചവിട്ടി മതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്ഥാനം കിട്ടുന്നില്ല. അപ്പോൾ ധാർമ്മികന്മാരായ ആളുകളുടെ ശക്തമായ ഒരു നിര ഇവരുടെ ജീവിതത്തിൻ്റെ അടിയിലുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഈ ധാർമ്മികന്മാരായ വലിയ രാജാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും ധർമ്മാനുഷ്ഠാനം വിജയിക്കുന്നത്.